നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമാകുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. അതായത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം കണ്ടുകൊണ്ടിരുന്ന ലോകം ഇനി ഇസ്രായേൽ ലെബനൻ പോരാട്ടം കൂടി കാണേണ്ടി വരും. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇസ്രായേലും ലെബനനും തമ്മിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല. അത് വലിയ രൂക്ഷതയിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിലുള്ള ആശങ്ക നമ്മുടെ രാജ്യത്തിന് സംബന്ധിച്ചുണ്ട്. തീർച്ചയായിട്ടും ലെബനനും ഇസ്രായേലും തമ്മിൽ ഇത്തരത്തിലൊരു കൊമ്പ് കോർക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക്, ലെബനനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. നോക്കാം വിശദമായി. ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ ലെബനനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ലെബനനിലെ ഇന്ത്യക്കാരും ലെബനനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ളവരും ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണം. ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി ഇവരുടെ ഇമെയിൽ ID വഴി ബന്ധപ്പെടണം. എന്തായാലും അവരുടെ ഇമെയിൽ ID നോക്കാം. cons.beirut@mea.gov.in എന്നാണ്. അല്ലെങ്കിൽ എമർജൻസി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എമർജൻസി നമ്പർ നോക്കാം. 9617686012. എന്തായാലും ലെബനിലേക്ക് പോകുന്നവരും ലെബനിലുള്ള ഇന്ത്യക്കാരും ഈ ഇന്ത്യൻ എംബസിയുടെ ഇമെയിൽ ID വഴിയും ഫോൺ നമ്പർ വഴിയും ഒക്കെ ബന്ധപ്പെടാവുന്നതാണ്. സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ലെബനനിലെ ഗ്രാമങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി ഇസ്രായേൽ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ പ്രതിസന്ധി വളരെ രീതിയിൽ ശക്തി ആർജിക്കുന്നതിനിടെയാണ് ലെബനനിൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഗോലാൻ കുന്നുകളിലെ 12 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം നടന്ന ഇസ്രായേലിന്റെ ആദ്യ പ്രത്യാക്രമണമാണിത്. ഗാസയിലെ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നതിന്റെ വലിയൊരു സൂചന കൂടി ഈ ഒരു ആക്രമണത്തിൽ കൂടി കിട്ടുകയാണ്. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെയാണ് ഗാസ യുദ്ധം ലെബനനിലേക്ക് കൂടി വ്യാപിക്കുന്നത്. ലെബനൻ അതിർത്തിയിൽ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന 2 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു. ദക്ഷിണ ലെബനനിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. ഹിസ്ബുള്ള പ്രവർത്തകരെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചതായാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ശനിയാഴ്ച ഗോലാൻ കുന്നുകളിലെ മജ്ദൽ ഷംസ് ഗ്രാമത്തിൽ കുട്ടികളുടെ ഫുട്ബോൾ മൈതാനത്തിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 12 കുട്ടികൾ മരിച്ചത് വലിയ രീതിയിലുള്ള നടുക്കമാണ് ഇസ്രായേലിന് സൃഷ്ടിച്ചത്. ഈ ഒരു ആക്രമണത്തിന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ നൽകിയതാണ്. ഇസ്രായേലിന്റെ അധീനതയിലുള്ളതാണ് ഗോലാൻ കുന്ന് പ്രദേശം. ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. പക്ഷേ ഹിസ്ബുള്ള ഈ ആരോപണത്തെ തള്ളിയിരുന്നു. ഇരുകൂട്ടരും തമ്മിൽ ലെബനൻ അതിർത്തിയിൽ മാസങ്ങളായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ശനിയാഴ്ചയിലെ മിസൈൽ ആക്രമണവും തുടർന്നുള്ള പ്രത്യാക്രമണ സംഭവ വികാസങ്ങളും അരങ്ങേറിയത്. അതേസമയം ഹിസ്ബുള്ള ഈ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നാണ് ഹിസ്ബുള്ള വാദിക്കുന്നത്. ഇറാനുമായി അടുപ്പമുള്ള ലെബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന പ്രതിജ്ഞ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചതാകാം എന്ന നിഗമനമൊക്കെ നിലവിൽ നിലനിൽപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.